വീണ്ടും ഒരു പ്രാവശ്യം പോലെ തിരുവനന്തപുരം സ്വർഗീയ പിതാവാൻ ദൈവത്തിന്റെ പരിശ്രമിക്കാൻ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിൽ സഹായിക്കുന്ന ശ്രേഷ്ഠന്മാരായ ശ്രേഷ്ഠ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവവചനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. നന്ദി കൂടാതെ തന്നെ നമുക്ക് വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 11 2-3 പൗലോസിന്റെ ഒരു ഭയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വളരെ ശാന്തമായ ദൃഷ്ടി അല്പം തന്നെ നാം ചിന്തിക്കാൻ പോവുകയാണ്. പൗലോസിന്റെ ഒരു ഭയം പറയുന്നത്, പൗലോസ് പറയുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും ആരോടുള്ള ക്രിസ്തുയേശുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 ചേർന്ന് വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ചെയ്യുന്നു, നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. പ്രിയരെ, നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇതിന്റെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് പറയുമ്പോൾ പൗലോസ് എഴുതുകയാണ്, നിങ്ങളെ കുറിച്ച് ഞാൻ ദൈവത്തിന്റെ എരിവോടുകൂടി എരിയുന്നു. ഒരു പിതാവിന്റെ ഹൃദയത്തിലെ വേദന ഇവിടെ പൗലോസ് അനുഭവിക്കുകയാണ്. ഈ വേദന അനുഭവിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏകാഗ്രതയും ദൈവത്തോടുള്ള പരമാർത്ഥതയും വിട്ട് നാം പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആരോട്? ദൈവത്തോടുള്ള നമ്മുടെ ജീവിതമായി ഇതിനൊന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ശുദ്ധരായി, നിഷ്കളങ്കരായി, നിർമ്മലരായി, ഒരു കളങ്കവുമില്ലാത്ത കുഞ്ഞാടിന്റെ മണവാട്ടിയായി അവന്റെ വചനത്തിൽ എടുക്കപ്പെടുവാൻ നാം ആഗ്രഹത്തോടായിരിക്കുമ്പോൾ നാം ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും ഈ ലോകത്തിന്റെ മന്ത്രയിലും അകപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ പാപത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പിന്മാറി പോകുമെന്ന് പൗലോസിന്റെ ഭയം ഇവിടെ പൗലോസ് വിളിച്ചു പറയുകയാണ്. ഒരിക്കൽ ദൈവത്തിന് സ്വർഗീയദാനമായി അനുഭവിച്ചവരായ നാം, ഒരിക്കൽ നാം ദൈവത്തിന്റെ സന്നിധിയിലായി തീർന്ന, ഒരിക്കൽ മാനസാന്തരപ്പെട്ടവരായ നാം, ഒരിക്കൽ ഈ സ്വർഗീയ കൃപ അനുഭവിച്ചവരായ നാം പിന്മാറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മെ വീണ്ടും ഈ പുതുക്കത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. ഇത് പൗലോസ് വിളിച്ചു പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി നിങ്ങളെ കുറിച്ച് തിരിയുകയാണ്. എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ, നിങ്ങളുടെ ഏകാഗ്രത വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നോക്കണേ, ഇതിന്റെ അകത്ത് പറയുന്ന ഒരു ശ്രദ്ധമായ പദമുണ്ട്, നിർമ്മല കന്യക. നിർമ്മല കന്യക എന്ന് പറയുന്ന പദത്തിന് വലിയ അർത്ഥമുണ്ട്. ഒരു കളങ്കവുമില്ലാത്ത, ഒരു വാക്കുവുമില്ലാത്ത, ഒരു പ്രയാസങ്ങളുമില്ലാത്ത നിർമ്മല ശുദ്ധയായ നിഷ്കളങ്കയായ ഒരു കന്യകയാണ് ക്രിസ്തുവിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നത്. ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി കടത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് ഒരു വലിയ വെളിച്ചിന് മുൻപിൽ കൊടുത്തിട്ടുണ്ട്. അവൻ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നിട്ട് അവന് വേണ്ടി മുൻനിർത്തിയിരിക്കുകയാണ്. ഒരു കാന്തയായി അവന് വേണ്ടി നമ്മെ മുൻനിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അവന് കാന്തയായി നമ്മെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രിയരെ, ഏൽപ്പിച്ചു കൊടുത്തവൻ കൊടുത്ത വലിയ വില അതിനെക്കുറിച്ച് നാം അറിയാതിരിക്കരുത്. ഗതസമനയുടെ തോട്ടത്തിൽ വെച്ച് മാനവരാശിയുടെ പാപം മുഴുവന് ദൈവ കോപാഗ്നിയായി അവന്റെ തലവേലിലേക്ക് ബന്ധപ്പെട്ടു. കാലത്തിന്റെ അനുകൂല പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ചുകൊണ്ട് ക്രിസ്തു എന്ന നല്ല ഗോതമ്പ് മണി വളർന്നു. ഗതസമനയുടെ തോട്ടത്തിൽ വെച്ചത് കൊയ്യപ്പെട്ടു. ഗതസമന മുതൽ കാൽവരി വരെ അത് വധിക്കപ്പെട്ടു. നിങ്ങളിൽ ആരുടെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്തുമെന്ന് ഒരു രാജ്യത്തോട് മുഴുവൻ വെല്ലുവിളിച്ചോട് ക്രിസ്തു വരുന്നു. അവൻ പാപമറിയാത്തവനെ നാം അവനെ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് വേണ്ടി പാപമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പ്രോത്സാഹനത്തോടെ അവൻ കൊടുത്ത വില വലിയതാണ്. 33 വയസ്സിലെ തങ്കത്താരെ ഒറ്റിക്കൊടുത്തിട്ട് പിന്നെ വീണ്ടെടുപ്പിന്റെ വില ചെയ്യാതിരുന്നപ്പോൾ അവൻ സ്ഥാനത്തെ തുണി രക്തവും ചിന്തിക്കളഞ്ഞിട്ട് നമ്മെ വീണ്ടെടുത്തവൻ അവൻ കൊടുത്ത വില ശ്രേഷ്ഠമാണ്. ആഗ്രഹിക്കാതിയാണ് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും മറന്നു പോകരുത്. ഈ ലോകത്തിലെ പ്രലോഭനങ്ങളെ കണ്ടുകൊണ്ട്, ഈ ലോകത്തിലെ വായത്തെ കണ്ടുകൊണ്ട് അതിലേക്ക് നാം ഇറങ്ങിപ്പോയാൽ പ്രിയരെ എന്നേക്കും തള്ളപ്പെട്ടു പോകുമെന്ന് മറക്കരുത്. മനസ്സാന്തരപ്പെടുന്നത് പറയുന്നത് അല്ലെങ്കിൽ രക്തമെന്ന് പറയുന്നത് ഒരു മാത്രമല്ല. ഇപ്പോൾ അഴുക്കായി പിന്നെയും പോയി കഴുകി, പിന്നെയും ഒഴുക്കായി പിന്നെയും പോയി കഴുകി, ഇങ്ങനെ ഒരു പരിപാടി ക്രിസ്ത്യാനി ഒന്നുമില്ല. ഒരിക്കൽ മനസ്സാന്തരപ്പെട്ടതാണെങ്കിൽ മനസ്സാന്തരത്തിന് യോഗ്യമായ ഫലം ആയിരിക്കണം, അതിനനുസരിച്ച് ജീവിതം നയിക്കണം. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചില്ല, അവസാനത്തിലങ്ങ് മനസ്സാന്തരപ്പെട്ടില്ല. അങ്ങ് ചെന്ന് ചേരാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വേഗത്തിൽ വായിക്കാമോ? ഇബ്രാഹിം ലേഖനം 6:4.
ആ സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ആ ആ ആസ്വദിക്കുകയും ചെയ്തിട്ട് പിന്മാറിപ്പോയാൽ ആ വീണ്ടും ഘോഷിക്കുന്നവരും ആകെ കൊണ്ട് പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുന്ന ഇടപാടുകളില്ല. നാം തെറ്റിപ്പോയാൽ തീർന്നു, അവിടെ കൊണ്ട് തീർന്നു. പ്രിയരെ, ഒരിക്കൽ സ്വർഗീയ ദാനം ആസ്വദിച്ച നാം വീണ്ടും പുതുക്കത്തിലേക്ക് വരുവാൻ യാതൊരു സാധ്യതയും ജീവിതത്തിനെ കൽപ്പിക്കുന്നില്ല. ലേഖനത്തിലൊന്ന് വായിക്കാം, വളരെ ശക്തമായ ലേഖനമാണ് പ്രായ ലേഖനം ഇതിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ 10:38, 39 എന്ന് വായിക്കുക. 10:26 ഇങ്ങനെ പറയുന്നു. 10:26 മനഃപൂർവ്വം പാപം ചെയ്താൽ ഒരു യാഗവും സൃഷ്ടിക്കായിക്കൊണ്ട് ന്യായവിധിക്കായി ക്രോധാഗ്നിയും മാത്രമേ ഉള്ളൂ. ഒരിക്കൽ സത്യത്തിന്റെ പരിജ്ഞാനം ഗ്രഹിച്ച ശേഷം നാം പിന്മാറിപ്പോയാൽ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദാനധനാഗ്നിയാണെന്ന് നാം മറന്നു പോകരുത്. തിരുവനന്തപുരം സ്ഥാനത്തിലേറെ കാര്യങ്ങളിലൂടെ ചേർത്ത് പറയണമെന്നുണ്ട്. ഒരിക്കൽ മാനസാന്തരപ്പെടുന്നതായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ദേശത്ത് ആദ്യമായിട്ട് ആരാധന തുടങ്ങി നമ്മുടെ വീട്ടിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായി വായിച്ച പുസ്തകം ബൈബിളായിരിക്കാം. ഇതൊന്നും മാനസാന്തരത്തിന്റെ അടിസ്ഥാനമല്ല. ഇതൊന്നും അങ്ങ് ചേരുന്നതിനുള്ള യോഗ്യതകളല്ല. ഒരിക്കൽ നാം വളരെ തീഷ്ണതയോടെ ദൈവസ്ഥനിൽ വളരെ ഉണർവോടെ നിന്നതായിരിക്കാം. കർത്താവിനോടുകൂടി എരിഞ്ഞ ഓടി നിന്ന് പ്രശോഭിച്ചതായിരിക്കാം. ഇതൊന്നും ഒരു കാരണമല്ല. ഇതെവിടെയെങ്കിലും നിറയിപ്പോയാൽ തീർന്നു. അതുകൊണ്ട് ഏറോടും ഭയത്തോടെ ഏറെ ഭക്തിയോടെയാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിനെ സേവിക്കുകയും ചെയ്യേണ്ടത്. ഏറെ കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഒരൊറ്റ സംഭവം മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെച്ചിട്ട് വേഗത്തിൽ ഈ പാട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത് വാക്യം. യോന 1:1. മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാൻ, ഞാൻ യോനയെ കുറിച്ച് പ്രസംഗിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. അത് മഹാനഗരമായ നിനവയിലേക്ക് ചെന്നിട്ട് അതിന് വിരോധമായി പ്രസംഗിക്കാൻ. അങ്ങനെ നിനവ എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ച് തിരുവനന്തപുരം പറയുന്നത് 2 പ്രാവശ്യം മഹാനഗരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ യോനയുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നു അതിമഹാനഗരം. അതിമഹാനഗരം എന്ന എഴുതിയിരിക്കുന്ന തിരുവചനത്തിൽ ഒരു പദമാണ്, അല്ലെങ്കിൽ ഒരു പട്ടണമാണ് നിനവ എന്ന് പറയുന്നത്. ഇത്ര ശ്രേഷ്ഠമായിട്ട് തിരുവചനത്തിൽ മറ്റു പട്ടണങ്ങളെ കുറിച്ച് അധികം പറയുന്നില്ല. അതിമഹാനഗരമായിരിക്കുന്ന നിലവേ. നോക്കണേ, ഈ അതിമഹാനഗരമായിരിക്കുന്ന നിലവേ ഇതിങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. സഹന്യാ പുസ്തകത്തിൽ അതിന് തെളിവുണ്ട്. എനിക്ക് എടുത്ത് പറയുവാനായിട്ട് സമയമില്ല. അതുപോലെ തന്നെ നഹൂമിന്റെ പുസ്തകത്തിലും ഇതിന് തെളിവുണ്ട്. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനഗരമായ നിലവേ, ടൈഗ്രീസിന്റെ കിഴക്കൻ തീരങ്ങളിലുള്ള മനോഹരമായ ഒരു നഗരമായിരുന്നു നിലവേ എന്ന് പറയുന്നത്. 2600 വർഷങ്ങൾക്ക് മുൻപ് അശൂരിന്റെ തലസ്ഥാനമായിരുന്ന ഈ നിലവേ എന്ന് പറയുന്നത്. നോക്കണേ, ശ്രേഷ്ഠമായ നന്മകൾ കൊണ്ട് വിപുലമായിരുന്ന ഒരു സ്ഥലമായിരുന്നു നിലവേ എന്ന് പറയുന്നത്. ഏതൊരു തീരദേശവും എന്നതുപോലെ വാണിജ്യ കപ്പലുകൾ വന്നെടുക്കുകയും വ്യാപാരം നടക്കുകയും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ സമൃദ്ധിയായ കൃഷി വിളയുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു നിലവേ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നിലവേ അതിന്റെ സമ്പത്തിന്റെ അത്യുന്നതങ്ങളിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ അത്യുന്നതങ്ങളിൽ വെച്ച് പാപത്തിലേക്ക് വഴുതിപ്പോയ നിലവയെ കുറിച്ച് നിലവയെ കണ്ടുകൊണ്ട് ദൈവം അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ തന്റെ ദാസനായ യോനെ അങ്ങോട്ട് അയക്കുവാൻ ദൈവത്തിന് പ്രസ്ഥാനം തോന്നി. നോക്കണേ, അതിന്റെ യോനയുടെ പുസ്തകം തന്നെ വായിച്ച യോനയുടെ പുസ്തകം തന്നെ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ ഭാഗത്തിലേക്ക് വരാമോ? 3-ൽ ഞാൻ വേഗത്തിൽ പോവുകയാണ്. നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. നോക്കാം, മഹാനഗരമായ നിലവയ്ക്ക് വിരോധമായി ഏകനായി സാധുവായ ഒരു മനുഷ്യൻ നിന്ന് പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു? മഹാനഗരം സമ്പത്തിന്റെ അത്യുന്നതയിൽ നിൽക്കുന്നവർ, എല്ലാം കൊണ്ടും ഒരു വലിയ പ്രതാപത്തോടുകൂടി നിലനിൽക്കുന്നവർ, ഒരു പ്രവാചകന്റെ ശബ്ദത്തിന് മുൻപിൽ ഒരു രാജ്യം മുഴുവനെ കീഴടങ്ങുവാൻ അവർക്ക് മനസ്സായി. നോക്കാം, എന്നാൽ നിലവേക്കാർ ഒരു ഉപവാസം പരസ്യമാക്കി. അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ഉപവാസം പരസ്യമാക്കി, രക്ഷപ്പെടുത്തു. പുതച്ച വെണ്ണീർ വരുന്നു. പ്രിയരെ, ഈ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തിരുവനന്തപുരത്തിൽ രാജാവ് സഹിതം
ആപാലവൃത്തം ജനവും വലിയ ഉപവാസത്തിലുള്ള ഒരു ചരിത്രം നമുക്ക് വേറെ കാണുവാൻ സാധിക്കില്ല. ഇത്ര ശ്രേഷ്ഠമായിട്ട് അതിനടുത്തൊരു പദം കൂടി പറയുന്നുണ്ട്. രാജാവിന്റെ ഒരു വലിയ കൽപ്പിന് ഇറങ്ങി മൃഗങ്ങളാകട്ടെ യാതൊന്നും ആസ്വദിക്കുകയും ചെയ്ത ഇത്ര ശ്രേഷ്ഠമായ വലിയ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പട്ടണം വരെ ഇല്ല. അത്ര ശ്രേഷ്ഠപരമായ ഒരു മാനസാന്തരത്തിലേക്ക് ആര് കടന്നു വന്നു? നിനവേ പട്ടണം കടന്നു വന്നു. ആ നിനവേ പട്ടണം യോനയുടെ കാലഘട്ടത്തിൽ അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന വളരെ ശ്രദ്ധയുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ സ്ഥാനത്ത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇത്ര വലിയ മാനസാന്തരം തിരുവനന്തപുരത്തിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള നിലവേ പട്ടണം അതിനുശേഷം അവർ വീണ്ടും പാപത്തിലേക്ക് കടന്നു വന്നു. നാം ആരും പ്രത്യേകിച്ച് അല്ലെങ്കിൽ അധികം കേൾക്കാത്ത വളരെ ചുരുക്കമായി മാത്രം നാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് വായിക്കാമോ? നഹൂമിന്റെ പുസ്തകം 1-ാമത്തെ വാക്യം. നഹൂം 1. നിലവയെ കുറിച്ചുള്ള പ്രവചനം BC 614 ഇത് നഹൂം പ്രവചിക്കുന്നത്. അതിനു മുൻപാണ് യോനയുടെ കാലഘട്ടവും അവരുടെ മാനസാന്തരമൊക്കെ സംഭവിക്കുന്നത്. അതേ രാജ്യം തന്നെ നഹൂമിന്റെ കാലഘട്ടത്തിലേക്ക് വന്നു. നഹൂമിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 614. അവിടെ വെച്ച വീണ്ടും ജനത്തിന്റെ വഷള വലിയ രീതിയിലേക്ക് കടന്നു പോകുന്നു. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം. യഹോവ തീർച്ചതയുള്ളതിനും പ്രതികാരം ചെയ്യുന്നതിനൊക്കെ എന്ന് പറഞ്ഞിട്ട് നിലവയെ കുറിച്ചുള്ള വലിയ പ്രവചനം അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ പുസ്തകം അതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രതിവാദി വിഷയം എന്ന് പറയുന്നത് നിലവയെ കുറിച്ച് തന്നെയാണ്. ഈ നിലവയെ കുറിച്ച് വീണ്ടും പറയുന്നു, അവർ മഹാനഗരമായിരുന്നു, അവർ സമ്പത്തിന് കണക്കില്ലായിരുന്നു, വലിയ ആഡംബരത്തോടുകൂടി ജീവിച്ചിരുന്നു. ഇങ്ങനെയുള്ള നിലവയെ വേഗത്തിൽ കടന്നുപോകുന്ന സമയം അവസാനിക്കുന്നതുകൊണ്ട് വേഗത്തിൽ നിർത്താൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇങ്ങനെയുള്ള നിലവെ എന്ത് ചെയ്തു? നഹൂമിന്റെ പുസ്തകം തന്നെ നമ്മളൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നു. 2 നഹൂം 2 അവർ ഓടിപ്പോകുന്നു. കണക്കില്ല. സമ്പന്നപ്പെട്ട നമുക്ക് സകലവിധ മനോഹര വസ്തുക്കളാലും നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമായി ആദ്യം തീർന്നിരിക്കുന്നു, നിലവെ തീർന്നിരിക്കുന്നു. ഇതേ നിലവെ അതിനുശേഷം നമുക്ക് അതിന്റെ സെമിനാർ പ്രവചനം 2:3 നാം കാണുമ്പോൾ അതുപോലെ തന്നെ നഹൂം 3:15 വായിച്ചാൽ മതി. നഹൂം 3:15 അയച്ചു പിടിക്കുക. അവിടെ തീ തന്നെ ദഹിപ്പിച്ചു കളയും. വെറും ഒരു ചെറിയൊരു വാക്യത്തിൽ അവിടെ നിർത്തിയിരിക്കുകയാണ്. അവിടെ തീ തന്നെ ദഹിപ്പിച്ചു കളയും. എവിടെ? നിലവെ തീ തന്നെ ദഹിപ്പിച്ചു കളയുമെന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം BC പുറകോട്ടാണ് എഴുതുന്നത്. BC 614 ഈ പ്രവചനം സംഭവിച്ചു. BC 612 എന്ത് ചെയ്തു? കൽദയരുടെ മനസ്സിനെതിരെ ഉണർത്തി. കൽദയരും ശേഷിച്ച എന്ന ബാബിലോനും അവരും ചേർന്നതിന് ശേഷമായിട്ട് നിലവെ എന്നേക്കുമായി നശിപ്പിച്ചു കളഞ്ഞു. തീയിട്ട് ആ പട്ടണത്തെ ചുട്ടു കളഞ്ഞു. ആ പട്ടണം മുഴുവനായിട്ട് തീക്ക് ഇരയായി കൊണ്ടുപോയി. 18-ാം നൂറ്റാണ്ടില് ആർക്കിയോളജിസ്റ്റ് ഇതിനെ കുറിച്ചൊരു പഠനം നടത്തിയിട്ട് അവർക്ക് ആ സ്ഥലത്ത് നിന്ന് ഒരു ലെയർ ആർട്ട് മാത്രമല്ല, ഒരു പിടി ചാരം മാത്രമല്ലാതെ ആ ദേശത്ത് നിന്ന് മറ്റൊന്നും കിട്ടിയിരുന്നില്ല. നഹൂമിന്റെ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഇതിന്റെ സന്തതിയുടെ നിലനിൽക്കുകയില്ല എന്ന് നിലവയെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നും ഇറാഖിൽ ഈ നിലവെ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആർക്കിയോളജിസ്റ്റ് ഒരു സൈറ്റായിട്ട് മാത്രം നിലനിൽക്കുകയാണ്. വീണ്ടും നിലവെ എന്ന പേരിൽ വീണ്ടും ഒരു പട്ടണം പണിയപ്പെട്ടിട്ടേ ഇല്ല ഇന്നുവരെ. നോക്കണേ, തിരുവചനത്തിന്റെ വലിയ ശ്രേഷ്ഠത എത്രയാണ്. ആ പ്രവചനം എത്ര കൃത്യമായി നിറവേറി നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ പ്രവചനത്തിന്റെ ശ്രേഷ്ഠതയോടൊപ്പം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാനഗരമായ നിലവെ ഏറ്റവും വലിയൊരു മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന പട്ടണമാണ്. പക്ഷെ പിന്നെ ദൈവം അതിനെ നശിപ്പിച്ച് പൂർണ്ണമായി ഇല്ലാതാക്കി കളഞ്ഞുവെങ്കിൽ എന്റെ പ്രിയരെ, നാം എത്ര വലിയ മാനസാന്തരത്തിന്റെ കടമടഞ്ഞാലും എത്ര വലിയ മാനസാന്തരം അനുഭവിച്ചാലെന്ന് പറഞ്ഞാലും ഒരിക്കൽ ദൈവത്തിൽ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വേഗത്തിൽ മടങ്ങി വരുവാൻ നമുക്ക് അതുകൊണ്ട് സാധിക്കില്ലെന്ന് മറന്നു പോകരുത്. എബ്രായ ലേഖനത്തിൽ ഒരു സത്യം കൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടു കളഞ്ഞ ഏസാവിനെ പോലെ അകത്തിലോ ആയി തീരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി. ഒരു ഊണിന് വേണ്ടിയിട്ട് സുന്ദരമായ കണ്ടുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹനമായ ഒരു വസ്തു കണ്ടുകൊണ്ട് ഏസാവ് തന്റെ
സാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. എന്റെ പ്രിയരെ, നാം പ്രാർത്ഥിച്ച കൃപ ചെറുതല്ല, നാം അനുഭവിച്ച ദൈവകൃപ ചെറുതല്ല. ഈ ലോകത്തിന് മുന്നിൽ നാം വെറുതെ എറിഞ്ഞ് കളയുവാനേ കൃപമല്ല ഇത്. എറുസലേം പുത്രിമാരെ ചുറ്റും നിന്ന് രാപ്പകൽ എന്റെ പ്രിയരോടുള്ള അനുരാഗം കവർന്നു കളയുവാൻ എന്തിനെങ്കിലും ഈ പ്രിയരോടുള്ള അനുരാഗം സ്വന്തം ജീവൻ തന്ന വീണ്ടെടുത്ത കർത്താവിനോട് സ്നേഹത്തെ വിട്ടുന്ന നാം എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന് പകൽക്കാലം മടങ്ങി വരിക. ഇതാണ് മടങ്ങി വരുന്ന സമയം. മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കരുത്. ഇപ്പോൾ തന്നെ മടങ്ങി വരിക പ്രിയരെ. നമുക്ക് വേണ്ടിയിട്ട് വലിയൊരു ക്രോധാഗ്നിയിലേക്ക് കടന്നു പോകുന്നതിനേക്കാൾ നല്ലത് തിരുവചനം പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കര. എന്റെ പ്രിയരെ, നാമാരും നശിച്ചു പോകരുത്, നാമാരും നരകത്തിലേക്ക് പോകരുത്. ഇവിടെ കടന്നു വന്ന ദൈവത്തെ സേവിച്ചാൽ മാത്രമായി ഈ മരുഭൂമിയിൽ കടന്നു വന്ന ദൈവത്തെ അപേക്ഷിച്ചു. ഈ ലോകത്തിൽ നാം ദൈവത്തിന് വേണ്ടി ജീവിച്ചു. എന്നിട്ടും ഈ ലോകത്തിൽ വെച്ച് ദൈവത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എന്റെ പ്രിയരെ, നാമാരും മറ്റൊന്നാരും ചമർത്തുന്നില്ല. ആകയാൽ കർത്താവിന്റെ വരവോടുണ്ടാകും, കർത്താവിന്റെ വരവ് സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ നാമാരും കൈവിടപ്പെട്ടു പോകാതെ കർത്താവിന്റെ വരവിൽ കാണുവാൻ ഇവരെല്ലാം ദൈവമായ കർത്താവിന്റെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ദൈവാസിക്കുന്നത് പോലെ